നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM സ്ഥാനാർത്ഥി പട്ടികയായി. പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനും ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണനും സ്ഥാനാർത്ഥികളായേക്കും. മലപ്പുറത്ത് V. വസീഫും പൊന്നാനിയിൽ KS ഹംസയും സ്ഥാനാർത്ഥി പട്ടികയിൽ. KK ശൈലജയും തോമസ് ഐസക്കും ഉൾപ്പെടെ മുതിർന്ന നേതാക്കളും മത്സരിച്ചേക്കും. ഔദ്യോഗിക പ്രഖ്യാപനം 26-ന്. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് അനുവദിച്ച ബസ് നശിപ്പിച്ചതിനെതിരെ VK ശ്രീകണ്ഠൻ MP. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂൾ അധികൃതർക്കും ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നും ചെയ്തത് കുട്ടികളോടുള്ള ക്രൂരതയെന്നും MP. നെല്ലായി ഇരുമ്പാലശ്ശേരിയിൽ ഗുഡ്സ് ഓട്ടോ തട്ടി 4 വയസ്സുകാരന് ദാരുണാന്ത്യം. മനോജ് സുമിഷ ദമ്പതികളുടെ മകൻ ആദിനാഥാണ് മരിച്ചത്. വീടിന് മുന്നിൽ വെച്ചാണ് മീനുമായി വന്ന വണ്ടി ആദിനാഥിനെ തട്ടിയത്. പാലക്കാട് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചാൽ സമഗ്ര വികസനം സാധ്യമാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. കോച്ച് ഫാക്ടറി ഉൾപ്പെടെ പാലക്കാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചത് കോൺഗ്രസും UPA സർക്കാരുമെന്നും C. കൃഷ്ണകുമാർ. കൊപ്പം നേർച്ച ദേശോത്സവമായി ആഘോഷിച്ചു. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള താലപ്പൊലി വ്യാഴാഴ്ച. മണ്ണാർക്കാടും പൂരാവേശം. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM സ്ഥാനാർത്ഥി പട്ടികയായി. ബുധനാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സ്ഥാനാർത്ഥികൾ ധാരണയായത്. ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം 26-നായിരിക്കും. പാലക്കാട് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും. വടകരയിൽ മുൻ മന്ത്രി KK ശൈലജ, ചാലക്കുടിയിൽ മുൻ മന്ത്രി C. രവീന്ദ്രനാഥ്, പത്തനംതിട്ടയിൽ TM തോമസ് ഐസക് തുടങ്ങി പ്രമുഖർ മത്സരിച്ചേക്കും. പൊന്നാനിയിൽ KS ഹംസ, മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് എന്നിവർ സ്ഥാനാർത്ഥികളാകും. PB അനുമതിയോടെയാകും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. സംസ്ഥാനത്ത് ആകെയുള്ള 20 സീറ്റുകളിൽ 15 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് താൻ അനുവദിച്ച ബസ് നശിപ്പിച്ച സംഭവം മനഃപൂർവ്വം ആരോ ചെയ്തതെന്ന് VK ശ്രീകണ്ഠൻ MP. ഗുരുതരമായ അനാസ്ഥ വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂൾ അധികൃതർക്കും ഉണ്ടായിട്ടുണ്ട്. കുട്ടികളോട് കാണിച്ച ക്രൂരതയാണിത്. ആ സ്കൂളിൽ മറ്റ് ബസ്സുകളും ഉണ്ടായിരുന്നെന്നും കുറ്റക്കാർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും MP പറഞ്ഞു. പാവപ്പെട്ട കുട്ടികൾ തിങ്ങി താമസിക്കുന്ന ഗ്രാമീണ പ്രദേശങ്ങൾ സെലക്ട് ചെയ്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമായ രീതിയിലാണ് സ്കൂൾ ബസ്സുകൾ അനുവദിച്ചത്. അതിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ചെർപ്പളശ്ശേരി സ്കൂളിലേക്ക് ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് അനുവദിച്ച ബസ് അതിലെ സ്റ്റിക്കറും മറ്റേ പേരും വെട്ടി മാറ്റിയതോ അല്ലെങ്കിൽ കേടുവരുത്തിയതൊന്നും അല്ല പ്രശ്നം. അതിൻ്റെ ടയറ്, അതുപോലെ തന്നെ അതിൻ്റെ എമർജൻസി എക്സിറ്റ്, ഇതെല്ലാം തകർത്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. സത്യത്തിൽ രക്ഷകർത്താക്കൾ പറഞ്ഞിട്ടാണ് ഈ സംഭവം നമ്മൾ അറിയുന്നത്. ഇപ്പോൾ സ്കൂളിൽ ഒരു അധികാരികളില്ലേ, വിദ്യാഭ്യാസ വകുപ്പിന് നാളും നാഥനുമില്ല. ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ മുതൽ, അതും ജനങ്ങളുടെ നികുതി കാശുകൊണ്ട്, ഇത് എൻ്റെ സ്വന്തം ഇതല്ല, വാഹനമല്ല, ജനങ്ങൾ നൽകിയ നികുതി കാശുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നൽകിയ ഒരു ബസ്, അതും 100 കണക്കിന് കുട്ടികൾ ഒരു ദിവസം യാത്ര ചെയ്യുന്ന ബസ്, അതെന്തടിസ്ഥാനത്തിലാണ് അതിൻ്റെ ടയറൊക്കെ കുത്തിപ്പൊളിച്ചതെന്നാണ്. അപ്പോൾ ബസ്സിനോടല്ല, അതിൽ കയറുന്ന കുട്ടികളോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത് വല്ല അപകടത്തിൽപ്പെട്ട, ഇനി പോട്ടെ, ആ പൊട്ടിയ ടയറുമായിട്ടാണ് ഇത് ട്രാഫിക് നടത്തിയെന്ന് പറഞ്ഞാൽ ഇവിടെ RTO ഉദ്യോഗസ്ഥന്മാരില്ലേ, ട്രാൻസ്പോർട്ട് അധികാരികളില്ലേ, എല്ലാറ്റിനും നിയമവും നൂലും ഒക്കെ പരിശോധിക്കുന്നവർ എന്തുകൊണ്ട് ഇത് പരിശോധിച്ചില്ല? അപ്പോൾ ഗുരുതരമായ ഒരു അനാസ്ഥ ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായിട്ടുണ്ട്. ഞാനിത് അറിഞ്ഞ ഉടനെ തന്നെ ഇത് അനുവദിച്ചത് DDക്കാണ്, ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിന് തന്നെ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് മാത്രമല്ല, അപകടകരമായ നിലയിൽ ആ ബസ് ഓടരുത്, അത് അറ്റകുറ്റപ്പണി ഉടനായിട്ട് നിർവഹിക്കണം. ഈ അറ്റകുറ്റപ്പണി നിർവഹിക്കാമെന്നും ഡ്രൈവറുടെ ശമ്പളം കൊടുക്കാമെന്നും സ്കൂൾ അധികാരികളും PTAയും എഗ്രിമെൻ്റ് ഒപ്പുവെച്ചതിന് ശേഷമാണ് കലക്ടർ ഇതിന് ഭരണാനുമതി കൊടുക്കുക. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തേക്ക് ബസ് കൊടുത്തു പറഞ്ഞാൽ അത് അനാഥായിട്ട് ഇടാനുള്ളതല്ല, അതിൻ്റെ പിന്നീട് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും സ്കൂൾ അധികാരികൾ നോക്കാമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയാണ് ഒരു ബസ് നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിരിക്കുന്നു. അപകടകരമായ സ്ഥിതിയിൽ കുട്ടികളെ ആ ബസ് കെട്ടി കൊണ്ടുപോകുന്നു. അതുമാത്രമല്ല, അതിൻ്റെ എമർജൻസി എക്സിറ്റ് പൊട്ടിച്ചിരിക്കുന്നു. മറ്റ് ബസ്സുകൾക്ക് ഇനി ആ
സ്കൂളിൽ ഉള്ള മറ്റു ബസ്സുകൾക്ക് യാതൊരു കുഴപ്പമില്ല. ഈ ബസ്സിനെ തിരഞ്ഞുപിടിച്ച് ഇതുപോലെ ഒരു അക്രമം നടത്താനുണ്ടായ കാര്യം എന്താണ് പോലീസ് അന്വേഷിച്ച് കുറ്റക്കാരായ ആളുകൾക്കെതിരെ മാതൃകാപരമായി ശിക്ഷിക്കും. നെല്ലായിരുമ്പാലശ്ശേരിയിൽ ഗുഡ്സ് ഓട്ടോ തട്ടി 4 വയസ്സുകാരൻ മരിച്ചു. കാഞ്ഞിരത്തിങ്ങൽ മനോജ് സുമിഷ ദമ്പതികളുടെ മകൻ ആദിനാഥാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 10:30 അപകടമുണ്ടായത്. മീനുമായി വന്ന ഗുഡ്സ് ഓട്ടോയാണ് വീടിനു സമീപത്തെ റോഡിൽ വെച്ച് ആദിനാഥിനെ തട്ടിയത്. ഉടൻ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ മുന്നോടിയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ നയിച്ച ഉപപദയാത്ര മണ്ണാർക്കാട് മണ്ഡലത്തിലും പൂർത്തിയായി. MES കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര തെങ്കരയിൽ സമാപിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ പാലക്കാടിൻ്റെ സമഗ്ര വികസനം മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു. കോച്ച് ഫാക്ടറിയുടെ പേര് പറഞ്ഞ് കോൺഗ്രസും CPM-ഉം പാലക്കാട്ടുകാരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. കോച്ച് ഫാക്ടറി പ്രഖ്യാപനത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസും UPA-യും ഭരിച്ചപ്പോൾ യാഥാർത്ഥ്യമാക്കാമായിരുന്നുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അർഹതയ്ക്ക് അനുസരിച്ചുള്ള ഒരു അംഗീകാരം കേന്ദ്ര ഗവൺമെൻറ് പാലക്കാടിന് നൽകി. പാലക്കാടിനെ വഞ്ചിച്ച ചരിത്രമുള്ളത് കോൺഗ്രസിനും CPM-നാണ്. NN കൃഷ്ണദാസാണെന്ന് പാലക്കാടിൻ്റെ MP. UPA സർക്കാരാണ് പാലക്കാടിന് കോച്ച് ഫാക്ടറി വാഗ്ദാനം ചെയ്ത് പാലക്കാടിലെ ജനങ്ങളെ 2014 വരെ പാലക്കാട് കോച്ച് ഫാക്ടറി ആരംഭിക്കാതെ വഞ്ചിച്ചത്. അതിന് കൂട്ടുനിന്നത് ഇന്നത്തെ ഇടതുപക്ഷ. അപ്പോൾ പാലക്കാടിനെ വഞ്ചിച്ച ചരിത്രവും പാരമ്പര്യമുള്ളത് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും. ഒരിക്കലും നടപ്പാവാത്ത കോച്ച് ഫാക്ടറി മലയാളികൾക്ക് വാഗ്ദാനം ചെയ്ത് പറ്റിച്ചത് UPA സർക്കാരാണ്. 2008 കോച്ച് ഫാക്ടറി പാലക്കാടിന് പ്രഖ്യാപിച്ചു. 2009 റായ്ബറേലിയിലും ചപ്രയിലും കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചു. 2011 റായ്ബറേലിയിലും ചപ്രയിലും ബീഹാറിലെ ചപ്രയിലും കോച്ച് ഫാക്ടറികൾ ആരംഭിച്ചു. പാലക്കാട് കോച്ച് ഫാക്ടറി ആരംഭിക്കാൻ അത് പാലക്കാട്ടുകാർക്ക് നൽകിയ വാഗ്ദാനം കള്ളത്തരമല്ലെങ്കിൽ 2011 റായ്ബറേലിയിലും ചപ്രയിലും കോച്ച് ഫാക്ടറി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് ആരംഭിക്കായിരുന്നു. പ്രായോഗികമല്ല. പാലക്കാട്ടുകാരെ വഞ്ചിച്ചു. പ്രായോഗികമല്ല. ഇനി ഒരു കോച്ച് ഫാക്ടറി ഇന്ത്യയിൽ പുതുതായിട്ട് ഒരു കോച്ച് ഫാക്ടറി വരില്ല. പാലക്കാട്ടുകാരെ വഞ്ചിച്ചത് UPA സർക്കാരും ഇനി നേതൃത്വം നൽകുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്നാണ്. വലിയ ദുരിതത്തിലാണ്. കേന്ദ്ര ഗവൺമെൻറ് 24,000 കോടി രൂപയുടെ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള വലിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുക. അട്ടപ്പാടി പാലക്കാടിൽ നിന്നും നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു. ഇന്ന് കാണുന്ന അട്ടപ്പാടിയല്ല നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് സമഗ്ര വികസനമെത്തിയ ഓരോ ഊരുകളിലും കുടിവെള്ളമുള്ള എല്ലാവർക്കും സുരക്ഷിതമായിട്ട് കഴിയാൻ പറ്റുന്ന വീടുകളുള്ള അട്ടപ്പാടിയായിട്ട് ഞങ്ങൾ അട്ടപ്പാടിയെ മാറും. BJP മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് AP സുമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ B മനോജ്, രവി അടിയത്ത്, മണ്ഡലം സെക്രട്ടറിമാരായ C ഹരിദാസ്, TV സജി, ബിജു നെല്ലമ്പാനി, M സുബ്രഹ്മണ്യൻ, TM സുധ, V അമുദ, V രതീഷ് ബാബു, P രാജു, P ഉണ്ണികൃഷ്ണൻ, MV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം ലക്കിടിയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയിടിച്ച് റെയിൽവേ ഗേറ്റ് തകരാറിലായതോടെ 9 മണിക്കൂർ ഗതാഗതം മുടങ്ങി. ലക്കിടി തിരുവല്ലുവമല പ്രധാന റൂട്ടിലാണ് ഗതാഗതം പൂർണ്ണമായും മുടങ്ങിയത്. ലക്കിടിയിൽ ബുധനാഴ്ച പുലർച്ചെ 1:15 ഗുഡ്സ് ഓട്ടോറിക്ഷയിടിച്ച് ഗേറ്റ് തകരാറിലായത്. തിരുവില്ലാമല ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഐസ്ക്രീം വിൽപ്പന നടത്തുന്ന ഓട്ടോറിക്ഷയാണ് ലക്കിടി ഭാഗത്തെ ഗേറ്റിലിടിച്ചത്. തീവണ്ടി പോകുന്നതിന് വേണ്ടി ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഇടിക്കാൻ കാരണമെന്ന് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് വളയുകയും അലൈൻമെൻറ്റ് തെറ്റുകയും ചെയ്തു. ഇതോടെ ഈ വഴിയുള്ള ഗതാഗതം മുടങ്ങി. ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളുടെ സർവീസ് മുടങ്ങി. രാവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ജോലിക്കും പോകുന്ന ആളുകൾ ഏറെ ബുദ്ധിമുട്ടി. പുലർച്ചെയോടെ തന്നെ പാലക്കാട് നിന്നും എഞ്ചിനീയറിംഗ് വിഭാഗമെത്തി തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകൾ നീണ്ടു. ഇതോടെ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാവിലെ 10 മണിയോടെയാണ് തകരാർ പരിഹരിച്ചത്. ഇടവേള.
വാർത്തകൾ തുടരുന്നു. പ്രസിദ്ധമായ കൊപ്പം ദേശോത്സവം ആഘോഷിച്ചു. 40ഓളം ഗജവീരന്മാരും ബാൻഡ് വാദ്യങ്ങളും ദേശോത്സവത്തിന് മാറ്റേകി. രാവിലെ കൊപ്പം വളാഞ്ചേരി റോഡിൽ പള്ളിക്ക് സമീപം കൊടിയേറ്റിയതോടെ ചടങ്ങുകൾ തുടങ്ങി. മുഹമ്മദ് മുഹസിൻ MLA കൊടിയേറ്റം നിർവഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MC അബ്ദുൾ അസീസ്, T ഉണ്ണികൃഷ്ണൻ, കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. 15ഓളം ആനകൾ അണിനിരന്ന ഗജസംഗമത്തോടെയായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ. വൈകുന്നേരം നഗരപ്രദക്ഷിണ ഘോഷയാത്രയുമുണ്ടായി. കേന്ദ്ര ആഘോഷ കമ്മിറ്റിയുടെയും 27 ഉപ ആഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. 25ഓളം ബാൻഡ് വാദ്യ സംഘവും ആഘോഷത്തിന് മാറ്റുകൂട്ടി. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ രാത്രിയോടെ പട്ടണത്തിൽ സംഗമിച്ചു. കലാപരിപാടികളുമുണ്ടായി. ഭക്തി നിറവിൽ മണ്ണാർക്കാട് പൂരം കൊടിയേറി. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്തുമന ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന കൊടിയേറ്റത്തിന് ആയിരങ്ങളാണ് ഉദയർകുന്ന് ഭഗവതിയുടെ തിരുസന്നിധിയിലെത്തിയത്. പൂരം പുറപ്പാട് കഴിഞ്ഞ് 3-ാം ദിവസമാണ് മണ്ണാർക്കാട് പൂരം കൊടിയേറ്റം. കൊടിയേറ്റത്തിന് ശേഷം നടന്ന ദീപാരാധനയ്ക്ക് ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തുടർന്ന് തായമ്പക അരങ്ങേറി. ചാക്യാർകൂത്ത്, നാദസ്വരം, തായമ്പക, നൃത്തനൃത്യങ്ങൾ എന്നിവയുമുണ്ടായി. ഇനി ചിനക്കത്തൂർ പൂരം വിശേഷങ്ങൾ. ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള താലപ്പൊലി മഹോത്സവം വ്യാഴാഴ്ച നടക്കും. ചെർപ്പളശ്ശേരി ആനന്ദ പത്മനാഭനടക്കം 5 ഗജവീരന്മാർ അണിനിരക്കും. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ചുള്ള താലപ്പൊലി മഹോത്സവമാണ് വ്യാഴാഴ്ച നടക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് നീലിക്കാവിൽ പനമണ്ണ ശശി പൊതുവാളിൻ്റെ നേതൃത്വത്തിൽ 101 കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളത്തോടെ താലപ്പൊലി മഹോത്സവം ആരംഭിക്കും. തുടർന്ന് ചെർപ്പളശ്ശേരി അയ്യപ്പൻ, ചെർപ്പളശ്ശേരി അനന്തപത്മനാഭൻ, ചെർപ്പളശ്ശേരി മണികണ്ഠൻ, മംഗലാംകുന്ന് മുകുന്ദൻ, ചെത്തല്ലൂർ ദേവിദാസൻ തുടങ്ങിയ ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളത്ത് ചിനക്കത്തൂർ കാവിലേക്ക് പുറപ്പെടും. കാവിൽ അതിഗംഭീര പാണ്ടിമേളം നടക്കും. വൈകിട്ട് 5:30 മുതൽ 6:30 വരെ ക്ഷേത്രത്തിലെ സ്റ്റേജിൽ വച്ച് നൃത്തനൃത്യങ്ങളും അരങ്ങേറും. വ്യാഴാഴ്ച താലപ്പൊലി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കുമ്മാട്ടിയും ശനിയാഴ്ച പൂരവും ആഘോഷിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രതിഭകളെ വാർത്തെടുക്കാൻ CBSE മലപ്പുറം സഹോദയയും പെരിന്തൽമണ്ണ ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയും കൈകോർക്കുന്നു. പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടു. ജൂനിയർ IAS പദ്ധതിയുടെ ലഘുലേഖയും പ്രകാശനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ CBSE മലപ്പുറം സഹോദയയും പെരിന്തൽമണ്ണ ശിഹാബ് തങ്ങൾ IAS അക്കാദമിയും ചേർന്ന് ജൂനിയർ IAS നടപ്പാക്കും. പദ്ധതിയുടെ ലഘുലേഖ പെരിന്തൽമണ്ണ സിവിൽ സർവീസ് അക്കാദമിയിൽ നജീബ് കാന്തപുരം MLA സഹോദയ പ്രസിഡന്റ് M അബ്ദുൾ നാസറിന് നൽകി പ്രകാശനം ചെയ്തു. മലപ്പുറം സഹോദയ പ്രതിഭാനിർണയ പരീക്ഷാ റാങ്ക് ജേതാക്കൾക്ക്
പദ്ധതിയിൽ പ്രത്യേക പരിഗണന നൽകും. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2025 അധ്യയന വർഷത്തിൽ ജൂനിയർ IAS പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക ഓൺലൈൻ പരിശീലനം ആരംഭിക്കും. പദ്ധതി നടത്തിപ്പിനായുള്ള ധാരണാപത്രം ഒപ്പിട്ടു. ജൂണിൽ പദ്ധതി ബോധവൽക്കരണത്തിനായി ഓരോ സ്കൂളുകളിലും രക്ഷിതാക്കളുടെ സംഗമം സംഘടിപ്പിക്കും. സഹോദയ ജനറൽ സെക്രട്ടറി M. ജൗഹർ, CBSE സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലിങ്ങൽ മുഹമ്മദ് അലി, മലപ്പുറം സഹോദയ MSAT പരീക്ഷാ കൺട്രോളർ ഹൗസത്ത് CK, ഡയറക്ടർ ലതിക സതീഷ് എന്നിവരും പങ്കെടുത്തു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ജലാശയങ്ങളിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് കൗമാരക്കാരെ നീന്തൽ പരിശീലിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായത്. മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക, അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് സജ്ജരാകുക, വെള്ളത്തിൽ ഇറങ്ങാനുള്ള പേടി മാറ്റുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 147 വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത്. കോച്ച് സതീഷിന്റെ നേതൃത്വത്തിലാണ് നീന്തൽ പരിശീലനം നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് പരിശീലനം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CA നസറിൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ K. ഹരി, സ്ഥിരസമിതി അംഗങ്ങളായ P. വിജയകുമാർ, K. സുമ, പഞ്ചായത്ത് അംഗങ്ങളായ M. ഷിബു, T. മണികണ്ഠൻ, K. സുഹറ, K. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. സംസ്ഥാനത്ത് 2 വർഷമായി മുടങ്ങിക്കിടക്കുന്ന പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ ഗ്രാന്റുകൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് KM ഷെഫ്രീൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഫ്രട്ടേണിറ്റി ജില്ലാ കമ്മിറ്റി അട്ടപ്പാടി അഗളി സിവിൽ സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്രാന്റുകൾ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നും ഗവേഷക വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ പ്രതിമാസം നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും KM ഷെഫ്രീൻ പറഞ്ഞു. മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ അവിടെ ഉപരോധിക്കുകയാണ്. ആ ഉപരോധ സമരം അവിടെ പോലീസിനെ ഇറക്കിക്കൊണ്ട് പൊളിക്കാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റി അധികാരികൾ ശ്രമിച്ചു. ഒരു നിലക്കും വഴങ്ങാതെ ഒരാളെയും പുറത്തു വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രട്ടേണിറ്റിയുടെ സഹപ്രവർത്തകർ അവിടെ ആ ഉപരോധ സമരം നടത്തിയപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ആ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അനുവദിച്ചുകൊണ്ട് അവിടെ ഉത്തരവിറങ്ങുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത് ഈ സംഘടനയുടെ പാരമ്പര്യമാണ്. മലബാറിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശം നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിയമസഭയിലടക്കം പല്ലിളച്ച് ചിരിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളെ അപമാനിച്ചൊരു ഘട്ടത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. മലബാറിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ സീറ്റുകൾ നൽകാൻ സർക്കാർ തയ്യാറല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രിയെയും കുറ്റിപ്പുറം പാലത്തിനപ്പുറം കടത്തില്ല എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം നടത്തുക മാത്രമല്ല, ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരെ വഴിയിൽ തടഞ്ഞുകൊണ്ടുള്ള അതിരൂക്ഷമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് ജില്ലാ പ്രസിഡന്റ് KM സാബിർ അധ്യക്ഷത വഹിച്ചു. ആദ്യ വർഷത്തെ ഗ്രാന്റിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഇയർ അവസാനമായിട്ടും തുക ലഭിക്കാത്ത അട്ടപ്പാടി RGM ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ അണിനിരന്നു. വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബാബു തരൂർ മുഖ്യപ്രഭാഷണം നടത്തി. 6 മാസമായി ക്ഷേമ പെൻഷൻ ലഭിക്കാതെ പ്രയാസമനുഭവിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ഷഹീൻ ഷാ പാലക്കാട് സംസാരിച്ചു. അലവിക്കുട്ടി, അബൂബക്കർ അട്ടപ്പാടി, ഷഹല, ഫ്രറ്റേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി അസ്ന, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റസീന, ജില്ലാ വൈസ് പ്രസിഡന്റ് റഷാദ് പുതുനഗരം, സംസ്ഥാന ക്യാമ്പസ് അസിസ്റ്റന്റ് സെക്രട്ടറി അഷിഖ് TM, അട്ടപ്പാടി കുലുക്കൂർ യൂണിറ്റ് പ്രസിഡന്റ് വിഷ്ണു SK, നൌഷാദ് മണ്ണൂർ, റംല, ആസിം, മീനാക്ഷി, ജ്യോതി, ഇസാൻ, ജാലിബ്, ഹനാൻ, അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. 30-ലധികം കമ്പനികൾ പങ്കെടുത്ത ജോബ് ഫെയർ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. 30-ലധികം പ്രമുഖ കമ്പനികളിൽ നിന്നായി 2000-ഓളം തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ടാണ് ചെർപ്പളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. ഐഡിയൽ പ്ലേസ്മെന്റ് സെല്ലിന് കീഴിൽ സംഘടിപ്പിച്ച ജോബ് ഫെയർ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസം പഴയതുപോലെയല്ല. പുതിയ ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക മികവ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ
മറ്റ് സ്റ്റേറ്റിലും വിദേശത്തുമൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല സാധ്യതകൾ എവിടെ അന്വേഷിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചെലവും മറ്റു കാര്യങ്ങളും നമുക്ക് വിദ്യാഭ്യാസ വായ്പ ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ സഹായങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറ കൂടുതലായി മറ്റുള്ളവർക്ക് ബാധ്യത ഉണ്ടാക്കി വെക്കാതെ സ്വയം പര്യാപ്തത കൈവരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ജോബ് കഴിവുണ്ടാകും. ആർട്സ്, സയൻസ്, എഞ്ചിനീയറിംഗ്, ഫാർമസി, ഡിപ്ലോമ തുടങ്ങി വിവിധ മേഖലകളിലുള്ള നിരവധി വിദ്യാർത്ഥികളും തൊഴിൽ അന്വേഷകരുമാണ് ബുധനാഴ്ച നടന്ന മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കാനെത്തിയത്. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി മുഖ്യാതിഥിയായി. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിച്ചു. പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റർ ഡോക്ടർ ഹാരിസ്, അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ്, IQAC കോർഡിനേറ്റർ സ്നേഹ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭാരതപ്പുഴ പുനരുജ്ജീവനം ശുചീകരണ വാരയജ്ഞത്തിന്റെ ഭാഗമായി കരിമ്പുഴ തെരുവുകടവ് ശുചീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് പൊമ്പ്ര അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ നിഷ രാമൻ, ട്രോമ കെയർ കരിമ്പുഴ കടവ് കൂട്ടായ്മ, അക്ഷരക്കൂട്ടം വായനശാല പ്രവർത്തകർ എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. ഭാഗമായിട്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പുഴയുടെ സൈഡിലുള്ള ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യുക, അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ദൗർഭാഗ്യവശാൽ കരിമ്പുഴ പുഴയുടെ 3 കടവിലും ഒരുപാട് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ്. അത് കൊണ്ടുവന്ന് ഇടുകയും അത് കത്തിക്കുകയും ചെയ്യാനുള്ള ജനങ്ങൾ. പ്രത്യേകിച്ച് ഇവിടെ ഈ തെരുവിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ഹരിതകർമ്മസേനക്ക അംഗങ്ങൾക്ക് പ്ലാസ്റ്റിക് നൽകുന്നതും കരിമ്പുഴയിലുള്ള ആളുകളാണ്, ഈ തെരുവിലുള്ള ആളുകളാണ്. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഈ പുഴയിൽ കൊണ്ടുവന്ന് കത്തിക്കാന്ന് അല്ലെങ്കിൽ വേസ്റ്റ് ആക്കി ഇടുകയും കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ക്ലീൻ കേരള പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ, ശുചീകരണ യജ്ഞവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഗ്രാമപഞ്ചായത്ത് ശക്തമായ നടപടികൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കൊണ്ട് നിക്ഷേപിക്കുകയും അത് കത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതാരായിരുന്നാലും തന്നെ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി. വാണിജ്യ വാർത്തകൾ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാഞ്ച് പെരിന്തൽമണ്ണയിൽ തുടങ്ങി. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ബാങ്കിംഗ് സംവിധാനങ്ങളോടും കൂടിയാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ എന്ന ധനകാര്യ സ്ഥാപനം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ലളിതവും സുതാര്യവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് സഹകരണത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ശാഖ പെരിന്തൽമണ്ണയിൽ തുറന്നു. മണ്ണാർക്കാട് റോഡിൽ ഫയർ സ്റ്റേഷന് എതിർവശത്തെ TK ബിൽഡിംഗിലാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പെരിന്തൽമണ്ണയിലെ ബ്രാഞ്ച് സജ്ജമാക്കിയിരിക്കുന്നത്. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ചെറുപ്പക്കാർക്കിടയിൽ നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവണം, ആസ്പിറേഷൻ ഉണ്ടാകണം, അവരെ ഇൻസ്പയർ ചെയ്യാൻ പഴയ തലമുറയിൽ ആളുകൾ ഉണ്ടാകണം. നമ്മളെല്ലാവരും അവർക്ക് പ്രോത്സാഹനം നൽകണം. ഓരോ സംരംഭങ്ങളും സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സാധാരണ മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാട് മുമ്പുണ്ടായിരുന്നു, ഒരുപാടിപ്പം മാറി. സംരംഭകർ എന്ന് പറഞ്ഞാൽ, കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ, ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ശത്രുക്കളാണ് എന്നൊരു സംഗതി. അതൊരുപാട് കാലം ആളുകൾക്ക് നേരിടേണ്ടി വന്നൊരു കാര്യമുണ്ടായിരുന്നു. ആളുകൾക്ക് കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾക്ക് കുറച്ചൊരു മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് എത്തുന്ന ബിസിനസ് ഉണ്ടാകുമ്പോൾ ഇതാണ് ആകെയുള്ള കുഴപ്പം എന്ന് കണ്ട ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ആ കാലം മാറുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോലും സംരംഭകരാകുന്ന കാലമാണ്. ആ തരത്തിലേക്ക് നമ്മുടെ നാടിൻ്റെ സ്വാഭാവിക രീതി മാറുകയാണ്. പാലക്കാട് ജില്ലയിൽ 10 ബ്രാഞ്ചുകളുള്ള അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ 11ാമത്തെയും മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും ബ്രാഞ്ചാണ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്തത്. നഗരസഭാ ചെയർമാൻ
പി ഷാജി സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണക്കാർക്കാകെ ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഗോൾഡ് ലോണാണ്. അത് പെരിന്തൽമണ്ണയിൽ നന്നായി ബിസിനസ് നടക്കുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചിട്ടുണ്ടാവും, ഈ ഇത്തരം സംരംഭങ്ങൾക്കാകെ ജനങ്ങളെ സഹായിക്കാൻ കഴിയും. ജനങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഗോൾഡ് ലോൺ എടുക്കുക പലവിധ കാര്യങ്ങൾക്കായി. ആ കാര്യങ്ങൾ നിറവേറ്റാൻ അവർ നിങ്ങളെ സമീപിക്കുമ്പോൾ ഏറ്റവും സുതാര്യമായ ഒരു സമീപനവും ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രവർത്തനവുമായിരിക്കണം അതിൻ്റെ പിറകിൽ ഉണ്ടാവേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പെരിന്തൽമണ്ണ ഇത്തരം സംരംഭങ്ങൾക്കാകെ ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പ്രദേശമാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിന് ഉൾപ്പെടെ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന പാറക്കോട്ടിൽ ഉണ്ണി ഹ്രസ്വചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ നടനും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ വി വേണുഗോപാൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിശ്വാസ്യതയും ഇടപാടുകളിലെ സുതാര്യതയും സാമ്പത്തിക അച്ചടക്കവും കൃത്യമായ സേവനങ്ങളുമെല്ലാമാണ് ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. നല്ല സ്കീമുകളും സർവീസുകളും അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിലൂടെ ഉറപ്പാക്കുമെന്നും അജിത് പാലാട്ട് വ്യക്തമാക്കി. ധനകാര്യ സ്ഥാപനം എന്നതിൽ ഉപരിയായി പല മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ധനകാര്യ സ്ഥാപനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ അച്ചടക്കത്തോടു കൂടിയും മിതത്തോടു കൂടിയും പാലിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അതിൽ പ്രധാനമായും ഞങ്ങൾ പറയേണ്ടതാണ് അല്ലെങ്കിൽ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ നിക്ഷേപകർ. നമുക്കറിയാം, ഒരു വ്യാഴവട്ടക്കാലം അല്ലെങ്കിൽ ഒരുപാട് കാലം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അധ്വാനിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു തുകയാണ് ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരെ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തെ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ നിക്ഷേപിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ ലോണുകളായി കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ഈ കസ്റ്റമേഴ്സിനെല്ലാം അവരുടെ പലിശ അല്ലെങ്കിൽ ലാഭവിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തികച്ചും അച്ചടക്കത്തോടു കൂടി, സാമ്പത്തികമായ അച്ചടക്കത്തോടു കൂടിയാണ് സ്ഥാപനം ഇതുവരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി ഇ രാജേഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി B രതീഷ്, കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി രാധാമോഹൻ, ടെക്സ്റ്റൈൽസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചമയം ബാപ്പു, വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി PP അബ്ബാസ്, പൂന്താന സ്മാരക സമിതി ചെയർമാൻ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, കർമ്മശ്രേഷ്ഠ പുരസ്കാര ജേതാവ് അച്യുതൻ പനച്ചിക്കുത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് സെക്രട്ടറി സോണു ശിവൻ, സാമൂഹ്യ പ്രവർത്തകൻ ഗിരീഷ് ഗുപ്ത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഞങ്ങളുടെ മണ്ണാർക്കാട് 1700ഓളം കച്ചവടക്കാരുണ്ട്. അതിലാരാവശ്യപ്പെട്ടാലും ചെറിയ വ്യവസ്ഥതയിൽ ഒരാളിൻ്റെ ജാമ്യത്തിൽ 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ലോണ് ഈ അർബൻ ഗ്രാമീൺ സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. മണ്ണാർക്കാടിനെ സംബന്ധിച്ച്, കച്ചവടക്കാരെ സംബന്ധിച്ച് അത് വലിയൊരു ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ പെരിന്തൽമണ്ണ മേഖലയിലും അതുപോലെ നടത്താൻ അവർക്ക് കഴിയട്ടെ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗ്രൂപ്പ് ഡയറക്ടർ PK അഭിലാഷ്, PRO ശ്യാംകുമാർ, സെയിൽസ് മാനേജർ ശാസ്ത പ്രസാദ്, ഓപ്പറേഷൻസ് മാനേജർ ഷബീർ അലി, മാർക്കറ്റിംഗ് ഹെഡ് ഷമീർ അലി എന്നിവരും വിവിധ ബ്രാഞ്ച് മാനേജർമാരും ജീവനക്കാരും പങ്കെടുത്തു. 4% പലിശ നിരക്കിൽ സ്വർണ്ണപ്പണയ വായ്പ, 12.5% പലിശ നിരക്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഉയർന്ന ലാഭവിഹിതത്തിൽ സേവിംഗ് ഡെപ്പോസിറ്റ്, ബിസിനസ് ലോണുകൾ, മൈക്രോ ഫിനാൻസ്, മഹിളാ ജ്യോതി സ്കീം, UGN ചിട്ടി സമ്പാദ്യ പദ്ധതി തുടങ്ങിയ എല്ലാ ഇടപാടുകളും സേവനങ്ങളും അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. നിക്ഷേപ സമാഹരണത്തിൻ്റെ ഭാഗമായി 1 മാസത്തിനുള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എല്ലാ നിക്ഷേപകർക്കും 1 കൊല്ലത്തെ പലിശ മുൻകൂറായി നൽകും. മണ്ണാർക്കാട് 3 വർഷം മുമ്പ് തുടക്കം കുറിച്ച അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ 10 ബ്രാഞ്ചുകൾ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ 10 ബ്രാഞ്ചുകൾ കൂടി തുടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് UGC ഗ്രൂപ്പ്. ഫിനാൻഷ്യൽ ഫേം, ധനകാര്യ സ്ഥാപനം എന്നുള്ള രീതിയിൽ ആ ഒരു മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ 3 വർഷത്തോളമായി പാലക്കാട് ജില്ലയിലെ അനുഭവ സമ്പത്തും പ്രവർത്തന പരിചയവും കൊണ്ട് പെരിന്തൽമണ്ണയിലേക്ക് കൂടി ഞങ്ങൾ ചുവടുവെക്കാൻ കാരണം. ഓക്കെ, പെരിന്തൽമണ്ണയിൽ ഏകദേശം, പെരിന്തൽമണ്ണയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ഏകദേശം 10ഓളം ലൊക്കേഷനുകളിലാണ് ഞങ്ങൾ
പുതുതായി ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു തുടക്കമാണ് അതിൽ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ, പാലക്കാട് ജില്ലയിനേക്കാൾ കൂടുതൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നിക്ഷേപകരോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇടപാടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഉദ്ഘാടന വേളയിൽ എല്ലാ നിക്ഷേപകർക്കും നിക്ഷേപിക്കുന്ന തുകയുടെ 1 വർഷത്തെ അഡ്വാൻസ് ഇൻട്രസ്റ്റ്, അതായത് മുൻകൂർ 1 വർഷത്തെ പലിശ ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങളെല്ലാ നിക്ഷേപകർക്കും ഈ ഒരു മാസം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സൊസൈറ്റിയുടെ ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ അല്ലെങ്കിൽ നിക്ഷേപ സമാഹരണത്തിൽ പങ്കാളികളാവുക, നിങ്ങൾ ഗുണഭോക്താക്കളാവുക, ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാൻ. മണ്ണാർക്കാടിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ പകിട്ടുമായി വസന്തം വെഡ്ഡിംഗ് കാസിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ വസന്തം ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാടിന് പുതുവസന്തം പകരാൻ വസന്തത്തിന് കഴിയുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കെ ശാന്തകുമാരി MLA പറഞ്ഞു. മണ്ണാർക്കാട് KTM സ്കൂളിന് എതിർവശത്ത് 40,000 ചതുരശ്ര അടിയിലാണ് വസന്തം വെഡ്ഡിംഗ് കാസിൽ പ്രവർത്തനം ആരംഭിച്ചത്. അതിവിപുലമായ സെലക്ഷനും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമാണ് വസന്തം മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാത്തരം വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരമാണ് വസന്തത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾ, ടീനേജുകാർ, യുവാക്കൾ, മുതിർന്നവർ തുടങ്ങിയവർക്കായുള്ള വസ്ത്രങ്ങൾക്ക് പ്രത്യേക വിഭാഗം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേകമായി വസന്തം ബ്രൈഡ്സ് അഫെയർ, വസന്തം ബ്രൈഡൽ ബോട്ടിക് എന്നിവയും ഫാൻസി ആൻഡ് ഫുട്വെയർ, ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ്, പെർഫ്യൂംസ് തുടങ്ങിയവയും സജ്ജമാക്കിയിട്ടുണ്ട്. വസന്തം വെഡ്ഡിംഗ് കാസലിൻ്റെയും വസന്തം വെഡ്ഡിംഗ് സ്റ്റുഡിയോയുടെയും ഉദ്ഘാടനം പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ വിജയിയായ മൈലാമ്പാടം പാറയ്ക്കൽ റജ യൂസഫിന് 1,00,000 രൂപയും, രണ്ടാം സമ്മാനത്തിന് അർഹരായ 5 പേർക്ക് 10,000 രൂപ വീതവും കെ ശാന്തകുമാരി MLA സമ്മാനിച്ചു. മണ്ണാർക്കാടിന് പുതുവസന്തം പകരാൻ വസന്തത്തിന് കഴിയുമെന്ന് MLA പറഞ്ഞു. ഏത് തരത്തിലുമുള്ള വിലനിലവാരമനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഇതെല്ലാം ഇന്ന് പുതിയൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിലുള്ള വൈവിധ്യമാർന്ന തരങ്ങൾ തീർച്ചയായും വസ്ത്ര രംഗത്ത് വസന്തം പുതുതായിട്ട് നമുക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. എല്ലാവർക്കുമുണ്ട്, പ്രത്യേകിച്ച് വെഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൂടെ ലക്ഷ്യമിടുന്നൊരു സംരംഭമാകും ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ചെലവഴിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് വളരാൻ കഴിയുന്നത്. ആ നിലയിൽ തന്നെയാണ് ഈ സംരംഭം ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, വസന്തം മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ബാരി, മുസ്തഫ, റസാഖ്, അനസ്, CPM ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറി P അഹമ്മദ് അഷ്റഫ്, TR സെബാസ്റ്റ്യൻ, P സെൽവൻ, ബാസിദ് മുസ്ലിം, ഫിറോസ് ബാബു തുടങ്ങിയവരും മറ്റ് അതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM സ്ഥാനാർത്ഥി പട്ടികയായി. പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനും ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണനും സ്ഥാനാർത്ഥികളായേക്കും. മലപ്പുറത്ത് V. വസീഫും പൊന്നാനിയിൽ KS ഹംസയും സ്ഥാനാർത്ഥി പട്ടികയിൽ. KK ശൈലജയും തോമസ് ഐസക്കും ഉൾപ്പെടെ മുതിർന്ന നേതാക്കളും മത്സരിച്ചേക്കും. ഔദ്യോഗിക പ്രഖ്യാപനം 26-ന്. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് അനുവദിച്ച ബസ് നശിപ്പിച്ചതിനെതിരെ VK ശ്രീകണ്ഠൻ MP. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂൾ അധികൃതർക്കും ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നും ചെയ്തത് കുട്ടികളോടുള്ള ക്രൂരതയെന്നും MP. നെല്ലായി ഇരുമ്പാലശ്ശേരിയിൽ ഗുഡ്സ് ഓട്ടോ തട്ടി 4 വയസ്സുകാരന് ദാരുണാന്ത്യം. മനോജ് സുമിഷ ദമ്പതികളുടെ മകൻ ആദിനാഥാണ് മരിച്ചത്. വീടിന് മുന്നിൽ വെച്ചാണ് മീനുമായി വന്ന വണ്ടി ആദിനാഥിനെ തട്ടിയത്. പാലക്കാട് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചാൽ സമഗ്ര വികസനം സാധ്യമാകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. കോച്ച് ഫാക്ടറി ഉൾപ്പെടെ പാലക്കാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചത് കോൺഗ്രസും UPA സർക്കാരുമെന്നും C. കൃഷ്ണകുമാർ. കൊപ്പം നേർച്ച ദേശോത്സവമായി ആഘോഷിച്ചു. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള താലപ്പൊലി വ്യാഴാഴ്ച. മണ്ണാർക്കാടും പൂരാവേശം. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.